അല്ല, അതെങ്ങനെ ശരിയാവും? ഏതെങ്കിലും ഒരു പെൺകുട്ടിയല്ലേ വിവാഹം കഴിക്കാൻ പറ്റൂ? ഞാൻ ആകെ ടെൻഷനില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ടാണ് അവനൊരു തീരുമാനം എടുക്കുന്നതെങ്കിലോ? നീ അവനോടൊന്ന് സംസാരിക്ക. അല്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാവണമല്ലോ. എന്താ രാവിലെ തന്നെ ഒരു ഡിസ്കഷൻ? വിവാഹം എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ തമാശയാണോ? നീയും പറഞ്ഞ രണ്ടുപേരില് ആരെയാ കൂടുതൽ ഇഷ്ടം എന്ന് പറ, നമുക്കത് ആലോചിക്കാം. എനിക്ക് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടം. ഞങ്ങൾ സീരിയസ് ആയിട്ടാണ് നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ അതിനേക്കാൾ സീരിയസാ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ടുപേർ. അയ്യോ, അത് നിങ്ങളാ? എനിക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. ഇതായിരുന്നോടാ ഇത്ര വലിയ സസ്പെൻസ്? വസു, നീ ആ പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു തരാൻ പറ പെട്ടെന്ന്. അപ്പൊ സമാധാനമായല്ലോ? ഓ, അത് പോരല്ലോ അച്ഛാ, കല്യാണം കഴിക്കേണ്ടത് ഇവനല്ലേ. അമ്മ തിരഞ്ഞെടുക്കുന്നത് മോശമാവില്ലല്ലോ ഏട്ടാ. ആ എടാ, നീ എന്ത് പറഞ്ഞാലും എടുത്തു ചാടി തീരുമാനിക്കേണ്ടതല്ല നിന്റെ വിവാഹം. അമ്മയോട് ഞാൻ സംസാരിക്കാം. എന്താടാ ആദി, നിനക്ക് എന്നോട് സംസാരിക്കാനല്ലേ? അമ്മേ, പാരമ്പര്യം, പ്രൗഢി, സമ്പത്ത് ഇതെല്ലാം നമ്മുടെ കുടുംബത്തിനൊപ്പമെങ്കിലും ഉള്ളവളായിരിക്കണം അഖിലിന്റെ വധു. ഈ കാര്യത്തിലെല്ലാം ഏട്ടനായ നിന്നേക്കാൾ അമ്മയെ ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്ക് അറിയില്ലടാ. അഖി, എനിക്കേറെ വിശ്വാസമുള്ള ഒരാളാ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നത്. അവളുടെ ഫോട്ടോ ഉടനെ അയക്കും. അത് കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. അമ്മയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, അല്ലേട്ടാ? ഓ, അയ്യോ, എനിക്ക് SP ഓഫീസുമായി ടൈമായി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വണ്ടി പോട്ടെ. ഓക്കെ, റൈറ്റ്. ശരി. അച്ഛൻ വന്നേ, നമുക്ക് പോവാം. ഹലോ വാസുവേട്ടാ, ജഗന്നാഥനാ. ശ്യാമയെ അന്വേഷിച്ച് ടെൻഷൻ ആവണ്ട, അവൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. ആ, ശ്യാമ എവിടെ ഉണ്ടോ? ശ്യാമ ജഗന്നാഥന്റെ വീട്ടിലുണ്ടെന്ന്. അവളിവിടെ ആരോടും പറയാതെ വെളുപ്പിനെ പോയതാ. ഈ നേരം വരെ ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ തീയായിരുന്നു. അവള് പറയാതെ പോകുന്നതിന് ഒരു കാരണമുണ്ട്. അത് നേരിട്ട് കാണുമ്പോ ഞാൻ പറയാം. പിന്നെ ശ്യാമ ഉടനെ അങ്ങ് എത്തിക്കോളും. ആ, ശ്യാമ ഉടനെ ഇങ്ങോട്ട് വരുമെന്ന്. അവള് പോയതിന്റെ കാരണം ജഗന്നാഥൻ പിന്നെ പറയാന്നാ പറഞ്ഞേ. എന്റെ കൃഷ്ണ, നീ കാത്തു. അതെ, എന്റെ മോള് തക്ക കാരണമില്ലാതെ ഒന്നും ചെയ്യില്ല. ഓ, എന്റെ കൃഷ്ണ. അഖിൽ, നക്ഷത്ര, ശ്യാമ, വിഷ്ണു. ഇവരുടെ പെണ്ണുകാണൽ ചടങ്ങും നിശ്ചയവുമാണ് ഇനി നടത്താനുള്ളത്. ഇവർ വിവാഹം വരെ എത്തിക്കാനുള്ള കരുക്കൾ മാത്രം. ഒടുവിൽ ഇവർ തമ്മിലുള്ള വിവാഹം നടക്കും. ഒരിക്കലും ചേരാൻ സാധ്യതയില്ലാത്ത ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് മാഡം തറപ്പിച്ചു പറയുന്നു. എങ്ങനെ? നക്ഷത്ര, അതെ, ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാനും അഖിൽ സാറും കൂടി ഇങ്ങനെ കണ്ടുമുട്ടാനുള്ള കാരണം എന്താ?
ഹൃദയം തകർക്കല്ലേ മോളെ. ഈ വിവാഹം നടന്ന അരുന്ധതി ദേവിയും വിസ്മയും നമ്മുടെ ശത്രുക്കളാവും. അതുകൊണ്ട് ജഗന്നാഥൻ സാറിനോട് തന്നെ ഇക്കാര്യം പറഞ്ഞ് ആ ആലോചന വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോ ജഗന്നാഥൻ സാറും മായേന്റെയും കൂടി എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി. വിവാഹം കഴിഞ്ഞാലും വിസ്മയോടൊപ്പം പ്രോഗ്രാമിന് പോകുന്നതിന് ഒരു എതിർപ്പും ഇല്ലാന്ന് വിഷ്ണു വീട്ടുകാരെ സമ്മതിച്ചു. അപ്പൊ ഈ കല്യാണം നടക്കും. എന്റെ പ്രാർത്ഥന കൃഷ്ണ ഭഗവാൻ കേട്ടു. സൗന്ദര്യം ഇല്ലാന്ന് പറഞ്ഞ് എല്ലാവരും അധിക്ഷേപിച്ച എന്റെ മോളുടെ കല്യാണം നടക്കാൻ പോവാ. ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് കൊട്ടിപ്പാടുമ്പോ ഭഗവാനോട് എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ, നല്ലൊരു കുടുംബത്തിലേക്ക് എന്റെ കുഞ്ഞു മരുമകളായിട്ട് കയറി ചെല്ലണമെന്ന്. ഇതെന്ത് ചടങ്ങാ? ശ്യാമയുടെ കല്യാണം ഏതാണ്ട് ഉറച്ച മട്ട. ജഗന്നാഥൻ സാർ കൊണ്ടുവന്ന ആലോചനയാ. ചെറുക്കം വന്നു കണ്ട് ഓക്കെ പറഞ്ഞു. ഇതേ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറുന്നതിനുള്ള ചടങ്ങ്. എന്നിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? അതെ, വിളിച്ചു പറയാൻ മൊബൈലില് ബാലൻസ് ഇല്ലായിരുന്നു. പണത്തിന്റെ എന്താവശ്യമുണ്ടെങ്കിലും നീ വിളിക്കാറുണ്ടല്ലോ. വേറെ നിർവാഹം ഇല്ലാത്തോണ്ട് പെട്ടുപോയതാ മാഡം. എന്നോടൊന്നും തോന്നല്ലേ, ഞാൻ നിങ്ങളുടെ കക്ഷിയാ. അയ്യോ, ദേ അവരങ്ങ് ചെന്നു. ഞാൻ പോട്ടെ. അതെ, വേറൊന്നും തോന്നല്ലേ കേട്ടോ. എന്റെ ചെരുപ്പ് എവിടെ പോയി? ചേച്ചി, അന്ന് നമ്മള് പ്രോഗ്രാമിന് പോയപ്പോ ആ വീട്ടിൽ വെച്ച് വഴക്ക് പറഞ്ഞ ചേച്ചിയല്ലേ? കള്ളി, നീ എന്റെ ചെരുപ്പ് മോഷ്ടിച്ചോണ്ട് പോവാൻ നോക്കായിരുന്നല്ലേ? അയ്യോ, ഞാനിതവിടെ കൊണ്ടുവന്നിടാൻ വേണ്ടി വരുമായിരുന്നു. മിണ്ടരുത് നീ. നിന്നെ കണ്ടാൽ അറിയാലോ, കള്ള ലക്ഷണം. നീ അന്ന് എന്റെ വീട്ടിൽ വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിച്ചതാ. നീ ഇത്രയ്ക്കൊരു പെരുങ്കള്ളിയായിരുന്നല്ലേ? എന്റെ ചേച്ചി ഇത് കട്ടെടുത്തല്ല. നീയാണോടാ ഇവൾക്ക് സപ്പോർട്ട്? എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഐശ്വര്യയുടെ കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കേണ്ടതായിരുന്നു. പിന്നെ അരുന്ധതിയുടെ ടീമിലെ ഒരാളായതുകൊണ്ട് മാത്രം ഞാൻ പോട്ടേന്ന് വെച്ചത്. അരുന്ധതി ദേവിയുടെ മ്യൂസിക് പ്രോഗ്രാമിലുള്ള ആളാണോ? ആ, വിസ്മയുടെ അസിസ്റ്റന്റായിട്ട് ഒരുത്തിണ്ടായിരുന്നല്ലോ, ഒരു ഇരുണ്ട പെൺകുട്ടി, അവളാ. ആര്? ശ്യാമയോ? നിനക്കെങ്ങനെ അറിയാം? അച്ഛാ, മാർക്കറ്റിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു പെൺകുട്ടിയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് ഈ ശ്യാമയായിരുന്നു. ആ പരിചയ. അവളൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. അങ്ങനെ നേരിട്ട് കാണുന്നില്ല സത്യമാണെന്നില്ലല്ലോ. അഖില ഒരാൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിൽ അത്രയ്ക്ക് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കില്ലേ? ഈ ചെരുപ്പ് പ്രശ്നം നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. വസു, നമുക്കിനി ഇവന്റെ വിവാഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. നക്ഷത്രയുടെ അച്ഛൻ ഈ ഞായറാഴ്ച കേരളത്തിലെത്തുന്നുണ്ട്. അന്ന് തന്നെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്താന്നാ തിരുമേനി പറഞ്ഞേ. ഇനിയിപ്പോ അധിക ദിവസങ്ങളില്ലല്ലോ. ഐശ്വര്യ, അമൃതേ, നമുക്ക് ഒരുമിച്ചിരുന്ന് ചടങ്ങുകൾ എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാം. ഐശ്വര്യ, കാലിന് വേദന പറയാൻ ഞാനൊരു ബാം പുരട്ടിത്തരാം. ചെല വിവാഹത്തോടെ എന്റെ കാര്യത്തിൽ അമ്മയുടെ ശ്രദ്ധ കുറയില്ലേ? എന്നേക്കാൾ ശ്രദ്ധിക്കാൻ വേറൊരാള് വരുമല്ലോ. ഇരുട്ടിനെ ഭയപ്പെടുന്ന, വെളിച്ചം നഷ്ടപ്പെട്ട നിലവിളിച്ചോടുന്ന ഒരു ഭർത്താവിനെ ഏത് ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും? നീ എന്തൊക്കെയാടാ മോനെ ചിന്തിക്കുന്നേ? ഇതേ
കുടുംബജീവിതത്തെ ബാധിക്കുന്ന രോഗമൊന്നല്ലടാ. എന്നോടുള്ള സ്നേഹം കൊണ്ട് അമ്മയ്ക്കത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ രാത്രിയിലും പകൽ പോലെ വെളിച്ചമുണ്ടെങ്കിലേ ഭർത്താവിന് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയുമ്പോ ആ പൊരുത്തക്കേടും ബുദ്ധിമുട്ടും സഹിക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു ഭാര്യയും തയ്യാറാവില്ല. നീ അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട. വിവാഹത്തിന് മുമ്പ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നക്ഷത്രയോട് സംസാരിച്ചോളാം. ഈ രോഗാവസ്ഥയിൽ ഞാൻ തളർന്നു വീഴുമ്പോ അമ്മയെ പോലെ എന്റെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കാൻ എന്റെ ഭാര്യയായിട്ട് വരുന്നവൾക്ക് കഴിയൂ? ഭാര്യ അമ്മയെ പോലെ സ്നേഹിക്കില്ലെന്ന് തോന്നുന്നത് വെറുതെയാ. കാരണം ഏതൊരു പെണ്ണിന്റെയും ആദ്യത്തെ മകൻ അവളുടെ ഭർത്താവാ. ഒരു സംശയവും വേണ്ട. നിന്റെ ഭാര്യയെ വരുന്നവൾ എല്ലാ കുറവുകളോടും കൂടി സ്വന്തം മോനായിട്ട് നിന്നെ സ്നേഹിക്കും. എന്തിനാ കണ്ണ നിന്റെ അമ്പലനടയിൽ വെച്ച് എന്നെ സങ്കടപ്പെടുത്തിയത്? എന്നെ പരീക്ഷിക്കുന്നല്ലേ? എന്തേലും ഉദ്ദേശം കാണുന്ന അറിയാം. ആയിക്കോട്ടെ. അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെ വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് സന്തോഷായി. അവരുടെ സന്തോഷല്ലേ എന്റെ സന്തോഷം. ചേച്ചി ഇത് കണ്ടോ ചേച്ചി? എനിക്ക് എന്തോ മുറ്റത്ത് കിടന്ന് കിട്ടിയതാ. ലൈറ്റത്ത് തിളങ്ങുന്ന കണ്ടിട്ട് നോക്കിയതാ. രത്നക്കല്ല് വല്ലതും ആണോ ചേച്ചി? ഇതേ ഏതോ കോട്ടിന്റെ ബട്ടൺ പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല വിലപിടിപ്പുള്ളാന്ന് തോന്നുന്നു. ഈ വലിയ പണക്കാരുടെ കോട്ടില് രത്നവും വജ്രവും ഒക്കെ പതിപ്പിച്ച ബട്ടൺ ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ ഇതെങ്ങനെ നമ്മളെ മുറ്റത്ത് വന്നു? അയ്യോ, ഇത് അഖിൽ സാറിന്റെയാ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോഴേ നഷ്ടപ്പെട്ടതായിരിക്കും. ഓ, നമുക്ക് മറ്റുള്ളവരുടെ ഒന്നും വേണ്ട. നമുക്കേ എടുത്തു വച്ചേക്കാം. അഖിൽ സാറിന് നേരിട്ട് കൊടുക്കാലോ. സൂക്ഷിച്ചു വെക്കണേ ചേച്ചി. ഓ, ഇവിടെ ഏത് കള്ളം വരാനാ? അവൾ ഈ വീട്ടിൽ സ്ഥിരമായിട്ട് നിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഇനി എപ്പോ വേണമെങ്കിലും വരാലോ. എന്താകി ഞാൻ ബർത്ത്ഡേ പ്രസന്റ് ആയി തന്ന കോട്ടിടാഞ്ഞേ? അമ്മേ, അതിന്റെ ഒരു ബട്ടൺ മിസ്സായി. റൂമിൽ നോക്കിയിട്ടൊന്നും കണ്ടില്ല. എവിടെയോ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. മോനെ, അത് നീ വിചാരിക്കുന്ന പോലെ സാധാരണ ബട്ടണല്ല. ഡയമണ്ട് പിടിപ്പിച്ച ബട്ടണായിരുന്നു. ഡയമണ്ടോ? ഞാനത് ഇതിനു വേണ്ടി പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിയതാ. ബട്ടൺ നഷ്ടപ്പെട്ട കാര്യം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. അതൊക്കെ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അല്ല, നിങ്ങൾ എവിടെയെങ്കിലും പോവാനുള്ള തയ്യാറെടുപ്പിലാണോ? അതെ, ഇവന്റെ പെണ്ണ് കാണൽ ചടങ്ങാ ഇന്ന്. അഖിലിന്റെയോ? ആ. എന്റെ ദേവി, അഖിലിനെ വിസ്മയുടെ ഭർത്താവാക്കാനുള്ള എന്റെ പ്ലാൻ പൊളിയോ? അല്ല, അഖിലിനും ഇഷ്ടപ്പെടണമായിരിക്കും അല്ലേ? അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടതല്ലേ. ഞാൻ വെറുതെ ഒരു ചടങ്ങിന് പോകുന്നേ ഉള്ളൂ. സർ, എനിക്ക് ആ ബട്ടൺ കിട്ടിയേ പറ്റൂ. കിട്ടാതെ ഞാൻ തിരിച്ചു പോയില്ല. എങ്ങനെയെങ്കിലും എനിക്കത് വേണം. നോ, ഇല്ല മാഡം, അത് കിട്ടില്ല. ചേട്ടാ, അങ്ങനെ പറയരുത്. എനിക്കത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടുള്ളതാ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇവളെന്താ ഇവിടെ വന്ന് ബഹളം വെക്കുന്നത്? സാർ, ആ ഡയമണ്ട് ബട്ടൺ ഞങ്ങൾക്ക് തിരികെ വേണം. അതിന്റെ യഥാർത്ഥ മൂല്യം നിങ്ങൾക്ക് അറിയില്ല. കിട്ടില്ലെന്ന് പറഞ്ഞു. ചേട്ടാ, അവിടെ എന്താ പ്രശ്നം? എന്ത് ബട്ടൺ തിരിച്ചറിയണമെന്ന് പറയുന്നത്? അവരൊരു ഡയമണ്ട് ബട്ടൺ കൊടുത്ത് ഒരു മാല വാങ്ങി. അതിപ്പോ തിരിച്ചു വേണമെന്ന് പറഞ്ഞു വന്നിരിക്കുക. ഡയമണ്ട് ബട്ടണോ? അതെ. ഒരു മിനിറ്റ്. തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടുള്ളതാ. ചേട്ടാ, അങ്ങനെ പറയരുത്. ഹലോ മമ്മി, നീ ജ്വല്ലറിയിലെ പർച്ചേസ് മതിയാക്കി വീട്ടിലേക്ക് വാ. പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാനിപ്പോ മമ്മിയെ വിളിക്കാൻ തുടങ്ങായിരുന്നു. ഞാനിരിക്കുന്ന ജ്വല്ലറിയില് ഇപ്പൊ ദേ ശ്യാമ വന്നിട്ടുണ്ട്. അവൾ എന്തു വാങ്ങാനാ അവിടെ വന്നത്? വാങ്ങാനല്ല, ശ്യാമ ഇവിടെ ലോക്കറ്റോ ബട്ടണോ അങ്ങനെ എന്തോ കൊടുത്തിരുന്നു. അതിപ്പോ തിരികെ വേണോന്ന് ആവശ്യപ്പെട്ട് ജ്വല്ലറിയിൽ വന്ന് ബഹളം ഉണ്ടാക്കാം.
ലോക്കറ്റോ? അവൾക്ക് എവിടുന്നാ സ്വർണ്ണ ലോക്കറ്റൊക്കെ? വിലപിടിപ്പുള്ള ബട്ടൺ എന്നൊക്കെ പറയുന്ന കേട്ടു. ബട്ടണോ? എന്താകി ഞാൻ ബർത്ത്ഡേ പ്രസന്റ് ആയി തന്ന കോട്ടിടാഞ്ഞേ? അമ്മേ, അതിന്റെ ഒരു ബട്ടൺ മിസ്സായി. മോനെ, അത് നീ വിചാരിക്കുന്ന പോലെ സാധാരണ ബട്ടണല്ല, ഡയമണ്ട് പിടിപ്പിച്ച ബട്ടണായിരുന്നു. മമ്മി, മോളെ, അവള് ബട്ടണെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതേ വിലപിടിപ്പുള്ള ഡയമണ്ട് ബട്ടണ. സർ, അത് ഞങ്ങളുടേതല്ല. എങ്ങനെ അതൊന്ന് തിരിച്ചു തന്നെ പറ്റൂ? ദേ ആ മാലയും കന്നേ. ഇത്രയും നേരം ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു. പിടിച്ച് പുറത്താക്കണ്ടെങ്കിൽ ഇറങ്ങിപ്പൊയ്ക്കോ. ദാ പിടിക്കേ. നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? ചേച്ചി, ഇവരുടെ കാര്യം പറ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇവളിവിടെ കൊണ്ടുവന്ന് തന്ന ആ സ്യൂട്ട് ബട്ടൺ എവിടെ? അത് മാഡം, അതിന് പകരമായിട്ടാണ് ഈ മാല വാങ്ങിയത്. സർ, ഇത് ഞാൻ തിരികെ തന്നാണല്ലോ. എനിക്ക് ആ ബട്ടണാ വേണ്ടത്. ഇതെനിക്ക് അറിയാവുന്ന കുട്ടിയാ. ഇവൾ ആവശ്യപ്പെട്ടത് തിരിച്ചു കൊടുക്കുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? നിങ്ങളുടെ ജുവലറിക്ക് മാനക്കേടുണ്ടാക്കാതെ അതങ്ങ് തിരിച്ചു കൊടുക്ക്. എടോ, ആ ബട്ടൺ ഇങ്ങതാ. ദാ, ഇനി ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് തന്നെയല്ലേ നീ ഇവിടെ കൊടുത്ത ബട്ടൺ? അതെ. ഉദ്ദേശം എത്രയാ ഇതിന്റെ മതിപ്പ് വില? ഇത് ഡയമണ്ട് പതിപ്പിച്ച ബട്ടണാണ്. ഏകദേശം ഒരു 2 ലക്ഷത്തിന്റെ മേളിലെ വില വരും. ശ്യാമ, വന്നേ. വാ. ഇത്ര നേരമായിട്ട് നിങ്ങളെ കാണാത്തോണ്ട് ഞാൻ അന്വേഷിച്ചു വന്നതാ. നന്നായി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കാൻ അച്ഛനുള്ളത് നല്ലതാ. പോലീസ് സ്റ്റേഷനോ? ചേച്ചി ഇവരെല്ലാം കൂടി ചേർന്ന് പോലീസിൽ ഏൽപ്പിക്കാൻ പോവേ അച്ഛാ. മോഷണം നടത്തിയ ആളെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അച്ഛൻ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ആനന്ദവർമ്മയുടെ മകന്റെ കോട്ടിലെ ഡയമണ്ട് ബട്ടൺ നിന്റെ കയ്യിലെത്തി? കണ്ടോ? അവരുടെ വീട്ടിൽ പ്രോഗ്രാം നടന്ന ദിവസം നീ ആ വീട്ടിൽ നിന്നും അടിച്ചു മാറ്റിയതാ ഈ ഡയമണ്ട് ബട്ടൺ. അരുന്ധതി മാഡം, നിങ്ങൾ എന്റെ മോളെ കള്ളിയാക്കരുത്. നിങ്ങൾ ഈ പറയുന്നൊക്കെ നുണയാ. അഖിൽ സാർ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എന്നുള്ളത് നേരാ. അദ്ദേഹത്തിന്റെ കോട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതാ ആ ഡയമണ്ട് ബട്ടൺ. അത് തിരിച്ചു കൊടുക്കാനിരിക്കുമ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഓഹോ, വാസുദേവനും നന്നായിട്ട് കള്ളം പറയാൻ പഠിച്ചു. ഈശ്വര സന്നിധിയിൽ നിത്യം പൂജ ചെയ്യുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. ഇതുവരെ ഞങ്ങളാരും സത്യം വിട്ട് ജീവിച്ചിട്ടില്ല. അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. എന്റെ കുഞ്ഞ് അന്നെന്റെ കടുകുമണി പോലും മോഷ്ടിക്കില്ല. മോഷണം മുതലും മറിച്ചു വിൽക്കാൻ വന്നപ്പോഴല്ലേ ഇവള് പിടിക്കപ്പെട്ടത്? അതിനിവിടെ സാക്ഷികളുമുണ്ട്. മാഡം, ഈശ്വരൻ മാത്രമാ ഞങ്ങൾക്ക് സാക്ഷി. എന്റെ കുഞ്ഞ് മോഷ്ടിച്ചിട്ടില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഓ, അപ്പോ നിങ്ങൾ എല്ലാം കൂടി പ്ലാൻ ചെയ്ത് നടത്തിയ മോഷണമാണിത് അല്ലേ? എന്നെ എന്ത് വേണേലും പറഞ്ഞു. എന്റെ അച്ഛൻ ഇതിൽ വലിച്ചടക്കരുത്. എന്റെ നിരപരാധിത്വം ഞാൻ തന്നെ തെളിയിച്ചോളാം. നീ എങ്ങനെ തെളിയിക്കും? ഞാനിത് മോഷ്ടിച്ചതല്ലാന്ന് അഖിൽ സാറിനെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചോളാം. സത്യാവസ്ഥ എന്താന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടാ പോരെ? മോളെ നിക്ക്, ഞാനും വരാം. വേണ്ട, ഇത് ഞാൻ തന്നെ പരിഹരിച്ചോളാം. സിംഗപ്പൂരിലിപ്പോ എന്ത് ബിസിനസ് അങ്കിൾ ചെയ്യുന്നത്? ഹോട്ടൽ ബിസിനസ് ആണെന്ന് പറ. ഹോട്ടൽ ബിസിനസ് പ്രധാന ഐറ്റം പൊറോട്ടയും ബീഫും. ഇയാളിത് നശിപ്പിക്കുവെന്തോ. അപ്പോ ദുബായില്
അത് പിന്നെ എന്തൊക്കെ ബിസിനസിനാ പണം മുടക്കിയിരിക്കുന്നെന്ന് രാജേട്ടന് പോലും അറിയില്ല. അങ്ങ് സിംഗപ്പൂരില്, ദുബായില്, പിന്നെ ഇനിയിപ്പോ അങ്ങ് അമേരിക്കയിലും കൂടി വ്യാപിക്കാൻ പോവാ. അതെ അതെ, അതിന്റെ ചില ഡിസ്കഷനിലാ ഞങ്ങളിപ്പോ. എത്രയും വേഗം നക്ഷത്രയുടെ വിവാഹം നടത്തിയിട്ട് വേണം എനിക്ക് അതിലോട്ടൊന്ന് ഇറങ്ങാൻ. അഖിക്ക് നക്ഷത്രം ഇഷ്ടപ്പെട്ട ലക്ഷണം. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അല്ല, വസുന്ധരയ്ക്ക് ഞങ്ങളുടെ മോളെ ഇഷ്ടായോ? ഈ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇഷ്ടമായെന്ന്. ഞാൻ പറഞ്ഞില്ലേ, മിസ് കേരളയായിരുന്ന എന്റെ മരുമകൾ ഐശ്വര്യയേക്കാൾ സുന്ദരിയാ നക്ഷത്ര. എന്തുകൊണ്ടും എന്റെ മനസ്സിന് ഇണങ്ങിയൊരു ബന്ധമായത്. ഈ വരവ് കണ്ടിട്ട് ഇവൻ ഇന്ന് തന്നെ നക്ഷത്രം കൂട്ടിക്കൊണ്ടു പോകുന്ന ലക്ഷണമുണ്ട്. നക്ഷത്ര ഡിഗ്രി ചെയ്തത് യുഎസിലാണല്ലേ? ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു? അതിപ്പോ പല പല യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഏതാണെന്ന് ഓർമ്മയില്ല അല്ലേ മോളെ? ഡാഡിയെ പോലെ എനിക്ക് മറവില്ല. ഞാൻ ന്യൂയോർക്കിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ആ കോളേജില് നിമിഷ പഠിച്ചത്. നക്ഷത്ര ഏത് കോഴ്സിനാ പഠിച്ചത്? മൈക്രോബയോളജി പ്രോഗ്രാം. പക്ഷെ അന്നും ഇന്നും എന്റെ പാഷൻ മോഡലിംഗ് ആണ്. അല്ല, ഇതെന്താ കിസ് കോമ്പറ്റീഷനോ? ഈ കുട്ടി ആകെ ടെൻഷനില്ല. ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. നഷ്ടപ്പെട്ട ഡയമണ്ടിന് വേണ്ടി നിങ്ങൾ പോലീസിൽ പരാതിപ്പെടും. അന്ന് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നവരെന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെ സംശയത്തിന് നിഴലിലാവും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഇതെടുത്ത ആളെ തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഈ ബട്ടൺ എങ്ങനെ എന്റെ കയ്യിലെത്തിയെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാ ഞാൻ. ഇനി നീ സത്യസന്ധ കളിക്കണ്ട. തെറ്റ് സംബന്ധിച്ച് ക്ഷമ പറഞ്ഞിട്ട് പോവാൻ നോക്ക്. മോഷണം നടത്തിയിട്ട് വെറുതെ പോകാനോ? പോലീസിൽ ഏൽപ്പിക്കണം. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടിയില്ലേ? ആവശ്യമില്ലാത്ത കേസൊന്നും വേണ്ട. ഐശ്വര്യ, ഇവളെ ഇനി ഇവിടെ കണ്ടുപോരുത്. ഇങ്ങോട്ടും ഓടി. എന്താ അടുത്തി വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാമോ? ഏട്ടാ, ഇതൊന്ന് നമ്മൾ മാർക്കറ്റ് വെച്ച് കണ്ട പെൺകുട്ടിയല്ലേ? അഖി, ഇക്കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇല്ല, പക്ഷെ കാര്യം എന്താണെന്ന് അറിയണ്ടേ? അഖിൽ സാറെങ്കിൽ എന്നെ വിശ്വസിക്കണം. സാറിന്റെ കോട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട ബട്ടൺ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടന്ന് കിട്ടിയത്. എന്റെ മോൻ നിന്റെ വീട്ടിൽ വന്നോ? എത്ര വിദഗ്ധമായിട്ടാണ് ഇവള് കള്ളം പറയുന്നത് കണ്ടോ? അഖിൽ അവിടെ പോയിരുന്നോന്ന് അറിഞ്ഞാ പോരെ? അഖി എന്തിന് ഇവളെ വീട്ടിൽ പോണം? ഈ കുട്ടി പറയുന്നത് സത്യമാണോ? ആനന്ദേട്ടാ, എന്റെ മോനെ എനിക്ക് വിശ്വാസമുണ്ട്. അവൻ ഒരിക്കലും പോവില്ല. ശ്യാമ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഇവരുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ വെച്ച് എന്റെ കോട്ട് ചെടിയിൽ ഉടക്കിയിരുന്നു. അപ്പോ നഷ്ടപ്പെട്ടതായിരിക്കും. കേട്ടില്ലേ? സത്യം എന്താന്ന് എല്ലാരും കേട്ടില്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ആരുടെയും കല്ല് പെൻസിൽ പോലും മോഷ്ടിച്ചിട്ടില്ല. എന്നെ ഇവര് ഇനി എന്തിനാ ഇങ്ങനെ ഒരു ഷോ? പറഞ്ഞു വിട്ടേക്ക്. നമ്മള് കാര്യം അറിയാതെ വെറുതെ ഇയാളെ തെറ്റിദ്ധരിച്ചു. അരുന്നത് മാം, ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെയുള്ളവരെ സ്റ്റാഫായിട്ട് വെക്കുമ്പോ ഒരിക്കൽ കൂടി ആലോചിക്കണം. 4 പാട്ട് പാടുന്നതാണോ ഇത്രയും വലിയ വിഷമം? നിങ്ങൾ ഇന്ന് ഇവിടെ തങ്ങുന്നു, നാളെ രാവിലെ പാട്ട് കച്ചേരി നടത്തുന്നു. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിക്കോളാം. ഇനി എന്തിനാ കൂടുതൽ സംസാരിക്കുന്നേ? ഇവര് സമ്മതിച്ചു. വസുന്ധരെ, ഞാൻ പോയി ഗസ്റ്റ് ഹൗസില് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയാക്കാം. അരുന്ധതി, ഞാൻ ആവശ്യപ്പെട്ട
അരുന്ധതി സമ്മതിക്കുന്ന എനിക്കറിയായിരുന്നു. നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക. അതിപ്പോ ഞങ്ങള് വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇത്ര ദൂരം പോയിട്ട് വരുമ്പോ വൈകില്ലേ? ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? അതൊക്കെ ഡ്രൈവറെ പറഞ്ഞുവിട്ട് എടുപ്പിച്ച പോരെ. അങ്ങനെ ചെയ്യാം. ശരി. പ്രോഗ്രാം നമുക്ക് ഗംഭീരാക്കണം. നാളെ വിസ്മയുടെ പുതിയ 2 പാട്ടുകൂടി എനിക്ക് കേൾക്കണം. ഓക്കെ? ശരിക്കും നമ്മള് ട്രാപ്പിലായി പോയല്ലോ മോളെ. ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല മമ്മി. അതല്ലല്ലോ പ്രശ്നം. ശ്യാമ ഇല്ലാതെ നീ എങ്ങനെ പാടും? അവളെ വിളിച്ചിനി ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റില്ല. എങ്ങനെ രക്ഷപ്പെടും എന്റെ ദൈവമേ. നിനക്ക് ഇങ്ങനത്തെ പൊട്ട ബുദ്ധിയെ തോന്നുള്ളൂ. നിന്നെ കൊണ്ടുപോവാൻ ഇവിടുന്ന് ആരെങ്കിലും വരും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡോക്ടർ കുഴപ്പമൊന്നുമില്ലാന്ന് പറയും. വെറുതെ ആംബുലൻസിന് കാശും പോവും. നാളെ നിന്റെ പ്രോഗ്രാം ഇവിടെ നടത്തണം. ഇങ്ങനെ എന്ത് റിസ്ക് എടുത്തും ശ്യാമ ഇവിടെ എത്തിക്കണം. എപ്പോ എത്തിക്കും? എങ്ങനെ എത്തിക്കും? സന്ധ്യയാവുമ്പോ ബാക്ക് വശത്തെ മതിൽ വഴി അവളെ ഇവിടെ എത്തിക്കാം. അതിന് ഇവിടെ സ്റ്റേജും ഗ്രീൻ റൂമും ഒന്നും ഇല്ലല്ലോ. ആളുകളുടെ ഇടയിലിരുന്ന് പാടണ്ടേ? ശ്യാമ അവിടെ കണ്ടാ കുഴപ്പാവില്ലേ? ആർക്കും സംശയം ഉണ്ടാവാത്ത രീതിയിൽ അവളെ ഇവിടെ എത്തിക്കണം. ആ, ഓർക്കസ്ട്രക്കാരുടെ കൂടെ എത്തിക്കാം. അതുപോരാ, ഈ രാത്രി തന്നെ അവളിവിടെ വരണം. പുതിയൊരു പാട്ടിന്റെ ലിപ് മൂവ്മെന്റ് നീ പഠിക്കുകയും വേണം. നാളത്തേക്ക് മാറ്റിവെച്ചാൽ ചെറിയൊരു പാളിച്ച പറ്റി ശ്യാമയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം പൊളിയും. എനിക്കാണോ ഇതൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ട്? ആരും കാണാതെ ഇവിടെ ഒളിപ്പിച്ചെത്തിക്കാനായിരുന്നു കഷ്ടപ്പാട്. ഇനിയുണ്ട് സാധനം. നീ ഇത് കുടിക്കുന്നത് അമ്മയും ഏട്ടത്തിമാരെ കണ്ടല്ലേ, പിന്നെ നിന്നെ ഇവിടെ കേട്ടില്ല. എടാ, അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. റൂമിലെങ്ങാനും ഇരുന്ന് അടിച്ചു കഴിഞ്ഞാല് അപ്പ പട്ടി മണം പിടിക്കുന്നല്ലേ, പെണ്ണുങ്ങളും മണം പിടിച്ചിങ്ങെത്തും. അതുകൊണ്ടാ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞത്. ഇവിടെ വിസ്മയ അരുന്ധതി ദേവിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെന്നിച്ചിട്ട് ടച്ചിങ് ചെയ്യും. മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നോ, വെറുതെ എന്റെ പേരും കൂടി ചീത്തയാകരുത്. എടാ, നിന്റെ പേര് ചീത്തയാകണമെങ്കിൽ നീ തന്നെ തീരുമാനിക്കണം. അഖിലേ, നീ ഇപ്പൊ അവരെ വിളിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു സംഗീത കച്ചേരി വെച്ചാലോ? വെക്കടാ, നല്ലല്ലേ? ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരുന്നാ മതിയോ? ശ്യാമ എപ്പോ വരും? റോഡിൽ നിന്നും ഗസ്റ്റ് ഹൌസിന്റെ പിന്നിലേക്ക് എത്താനുള്ള ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠനെ പോലെ കാലുമേ കാലും കയറ്റി വെച്ച് മീശയും പിരിച്ചു വെച്ച് പാട്ടാസ്വദിക്കാടാ. ഒന്ന് പോടാ അവിടുന്ന്. ഡ്രൈവർ, ഹലോ. മാഡം വിളിക്കാത്തോണ്ട് ഞങ്ങൾ അരമണിക്കൂറായിട്ട് റോഡിൽ തന്നെ നിൽക്കുക. അല്ല മാഡം, ശ്യാമ എവിടേക്കാ കൊണ്ടുവരണ്ടേ? ആനന്ദ് വർമ്മയുടെ വീടിന്റെ സൈഡിൽ കൂടി താഴോട്ടൊരു വഴിയുണ്ട്. ശ്യാമ അവിടെ എത്തിച്ചാ മതി. ഞാൻ അവിടെ കാണും. ആ, പിന്നെ അവളോട് മുഖം മറച്ചിട്ട് വരാൻ പറഞ്ഞാൽ മതി. മുഖം മറച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പേടിച്ചുപോയി. നമ്മൾ യക്ഷപ്രേതമാണെന്ന് കരുതിയ അയാള് നിലവിളിച്ചത്. കഷ്ടിച്ച് ആ മൈക്കിളിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടത്. അവനൊരു പേടിത്തൊണ്ടനായത് നമ്മുടെ ഭാഗ്യം. രക്ഷപ്പെട്ടു എന്ന് പറയാൻ വരട്ടെ. അവൻ പോയി വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു വന്നാലോ? ഇന്നത്തെ കാലത്ത് യക്ഷി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? ആ, വിശ്വസിക്കാൻ പ്രയാസം. അതുകൊണ്ട് 2 രൂപങ്ങൾ ഇതുവഴി വന്നു എന്ന് മൈക്കിള് പറയുമ്പോ അതെവിടെ പോയി എന്ന് അന്വേഷിക്കാൻ ആരെങ്കിലും വരുവോ? അവര് വീടിനുള്ളിലെ കയറി പരിശോധിക്കോ? പുറത്താരും ഇല്ലാന്ന് കാണുമ്പോ അകത്തെവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ ചിലപ്പോ ഇവിടെയും പരിശോധിക്കും. നീ വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ. ഒരു തരത്തില ഇവിടെ എത്തിച്ചത്. ഇനി ഇവിടേക്ക് ആരും വരാൻ പോകുന്നില്ല. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, അന്വേഷിച്ചു വന്നതായിരിക്കും. അയ്യോ, ഇവിടെ വെച്ച് ഇവിടെ കണ്ടാൽ നമ്മുടെ എല്ലാ പദ്ധതികളും പൊളിയില്ലേ? എന്റെയും മമ്മി. അല്ല, എന്താ ഡോറ് തുറക്കാൻ താമസിച്ചത്? നേരത്തെ ഉറങ്ങിയോ? ഇല്ല, നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി വിസ്മയ്ക്ക് പാട്ട് പറഞ്ഞു കൊടുക്കായിരുന്നു. ശബ്ദം പുറത്തു വരാതെയാണോ പഠിപ്പീര്?
പുറത്തേക്ക് ഒച്ചയൊന്നും കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വസുന്ധര എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. ഇതിലെ നിങ്ങൾക്ക് 2 പേർക്കുള്ള ഭക്ഷണമുണ്ട്. പാട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞോ? ഇവിടെ സൗകര്യങ്ങൾക്കൊന്നും കുറവില്ലല്ലോ അല്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് തന്നെ ധാരാളം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ബാത്റൂമിലെ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ അല്ലേ? നോക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ക്ലീൻ. എല്ലാം നീറ്റ് ആയിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞതാ. ഞാനൊന്ന് നോക്കട്ടെ. അപ്പച്ചി, എന്താ? ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സമയമായി. ടൈം തെറ്റിയാൽ എല്ലാം തെറ്റും. മമ്മി, നമുക്ക് പ്രാക്ടീസ് തുടങ്ങിയാലോ? വാ. എന്നാ ഞാനായിട്ടൊന്നും മുടക്കുന്നില്ല. ഭക്ഷണം കഴിച്ച ശേഷം പാത്രം ഇവിടെ വച്ചാ മതി. ഞാൻ പോയിട്ടെ രാവിലെ വരാം. അതുകൊണ്ട് നീ ഇപ്പൊ വെള്ളം കുടിക്കണ്ട, പോയി കിടന്നുറങ്ങ്. വിശപ്പും ദാഹവും കാരണം ഉറക്കം വരുന്നില്ല. ദേ, നിന്റെ വെളച്ചിലൊന്നും എന്റെ അടുത്ത് വേണ്ട. അകത്ത് പോ. നിക്ക്. നാളത്തെ ഫംഗ്ഷന് നിനക്ക് ധരിക്കാൻ പ്രത്യേകമായിട്ടൊരു വേഷം രാവിലെ ഇവിടെ എത്തിക്കും. ചുരിദാറും തട്ടവും എല്ലാം ചേർന്നൊരു മോഡൽ. ആ വേഷവും ധരിച്ച് മുഖത്തൊരു കണ്ണടയും വെച്ച് ഓർക്കസ്ട്രക്കാരുടെ ഇടയിലിരുന്ന് വേണം നീ പാടാൻ. വസുന്ധരയാണല്ലോ. നീ മുറിയിലേക്ക് ചെന്നേ. മോളെ, ആ ഡോർ അടച്ചേ. ഹലോ അരുന്ധതി, നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ നക്ഷത്രയും വരുന്നുണ്ട്. അതിന് വിവാഹത്തിന് മുൻപ് വരനാകാൻ പോകുന്ന ആളുടെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് മോശമല്ലേ? പഴയ കാലൊന്നുമല്ലല്ലോ. നാളെ അവള് വരണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ക്ഷണിച്ചു. നക്ഷത്ര വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. നക്ഷത്രമോള് വരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ചടങ്ങിന്റെ പ്രൗഢി കൂടും. ഞാൻ വിളിച്ചത് നക്ഷത്ര വരുമ്പോ പ്രോഗ്രാം ഗംഭീരാക്കണമെന്ന് പറയാനാ. അവക്ക് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടണം. പ്രോഗ്രാം ഞങ്ങള് തകർക്കും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വസുന്ധര നോക്കിക്കോ, മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു ഉഗ്രം കച്ചേരിയായിരിക്കും നാളെ. അതിനുവേണ്ടി വിസ്മയ പുതിയ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നാളെ കാണാം. എന്താ മമ്മി നക്ഷത്രയുടെ കാര്യം പറഞ്ഞു? നാളെ നടക്കുന്ന പ്രോഗ്രാമിൽ നക്ഷത്ര പങ്കെടുക്കുന്നുണ്ട്. അഖിലും നക്ഷത്രയും തമ്മിലുള്ള വിവാഹം എങ്ങനെ മുടക്കാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അവളുടെ ഒരു വരവ്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഇനിയാണ് ചെയ്യാൻ പറ്റുന്നത്. അഖിലിന് നിന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് അവന്റെ പെരുമാറ്റത്തിൽ നിന്നറിയാം. ഈ വിവാഹം മുടങ്ങിയാൽ നമുക്ക് പ്രപ്പോസൽ വെക്കാം. അതിനു മുൻപ് നീയും അവനും തമ്മിൽ ഒരടുപ്പമുണ്ടാക്കിയാൽ മതി. അല്ല, അതിനെങ്ങനെ ഈ കല്യാണം മുടക്കാൻ പറ്റും? നാളെ ഇവിടെ വരുന്ന നക്ഷത്ര അബ്നോർമലായി പെരുമാറിയാലോ? അവൾക്കെന്തോ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് അഖിലിനും വീട്ടുകാർക്കും തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ലക്കുകെട്ട രീതിയിൽ അവൾ എല്ലാവരോടും പെരുമാറണം. അതോടെ ഈ കല്യാണം മുടങ്ങും. അതെങ്ങനെ സംഭവിക്കും? ഞാൻ പറയുന്ന പോലെ നീ ചെയ്താ മതി. രാവിലെ തന്നെ അതിനുള്ള പ്ലാൻ. ഇന്നത്തോടെ നക്ഷത്ര എന്ന തലവേദന നമുക്കിടയിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഡ്രൈവറെ വിട്ട് വാങ്ങിപ്പിച്ചതാ. ഇതിലൊരു 5 തുള്ളി അകത്ത് ചെന്ന മദ്യപിച്ച് ലെക്ക് കെട്ടതുപോലെ പെരുമാറും. ഭ്രാന്ത് പിടിച്ചതുപോലെ ആരോട് എന്താ പെരുമാറുന്നെന്നോ പ്രവർത്തിക്കുന്നെന്നോ അറിയില്ല. എല്ലാം തട്ടിത്തകർക്കും. അതിന് ഈ മയക്കുമരുന്ന് മമ്മി ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ മരുന്നിനെ പറ്റി അറിവുള്ളവര് പറഞ്ഞ കാര്യങ്ങളാ ഇതൊക്കെ. ഇത് കൂടുതൽ ഉള്ളിൽ ചെന്നാൽ പേ പിടിച്ച പട്ടിയെ പോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കും. അതുകൊണ്ട് 5 തുള്ളിയിൽ കൂടുതൽ ചേർക്കരുത്. അല്ല, ആര് ചേർക്കും? നീ തന്നെ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. നക്ഷത്ര കുടിക്കുന്ന കാപ്പിയിലോ ജ്യൂസിലോ ഇത് ചേർക്കണം. ഞാൻ കൂടെ ഉണ്ടാവും. പറഞ്ഞത് നീ അനുസരിച്ചാ മാത്രം മതി. മമ്മി, നക്ഷത്ര സ്ഥിരബുദ്ധിയില്ലാത്തവളും ഡ്രഗ് അഡിക്റ്റുമാണെന്ന്
അവിടെ വെച്ച് എല്ലാവർക്കും തോന്നും. ആ ചാൻസിൽ അഖിലിന്റെ പെണ്ണായി ഞാൻ നിന്നെ മുൻപിൽ നിർത്തും. ഇവിടെ നേട്ടം നിനക്കാ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് പ്രവർത്തിക്കേണ്ടത് നീയാ. ആഹാ, നിങ്ങളിവിടെ പാട്ടിന്റെ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ. നക്ഷത്രമോള് ഉടനെ എത്തും. ഞങ്ങളിതാ വരെയായി. എന്താ ഒരു വല്ലായിക. എന്നെ കണ്ടിട്ട് എന്താ ഒളിപ്പിച്ചേ? ഒന്നുമില്ല. ആ കൈ ഇങ്ങ് കാണിച്ചേ. ആ മറ്റേ കൈ. ആ എന്നെ പറ്റിക്കാവുന്ന വിചാരിക്കണ്ട. രണ്ട് കൈ ഒന്നിച്ചു നീട്ടി. ആഹാ, ഇതെന്ത് മരുന്ന്? അതെ, ശബ്ദം ക്ലിയർ ആക്കണതാ. ആണോ? ഈയിടെയായിട്ട് എന്റെ ശബ്ദത്തിനോട് കുറുകുറുപ്പ്. കുറച്ചിങ്ങ് തന്നേ മോളെ. അയ്യോ, ഇതെങ്ങനെ കഴിക്കാൻ പറ്റില്ല. 40 വയസ്സിന് മേളിൽ പ്രായമുള്ളവരിത് കഴിച്ചാ തൊണ്ടയിൽ നീര് വരും. ആണോ? എന്നാ വേണ്ട. എന്നാ സമയം കളയണ്ട കേട്ടോ. പെട്ടെന്ന് പോരെ. ഇവിടെ ആരാ? കുടിക്ക്. ഞാൻ ഈ സമയത്ത് ജ്യൂസ് കുടിക്കാറില്ല. എന്നാലും എടുത്തതല്ലേ, കുടിക്ക്. ഞാൻ ആരാണെന്നായിരിക്കും അല്ലേ? വിസ്മയ ഒരു ഗായികയാണ്. അങ്ങനെ വെറുതെ പരിചയപ്പെടുത്തിയ പോരാ. ഫേമസ് സിംഗറാ. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ മ്യൂസിക് ആൽബങ്ങളിൽ പാടിയിരിക്കുന്നത് വിസ്മയ. റിയലി? എനിക്ക് ഗായകരെ വലിയ ഇഷ്ടമാണ്. ഇന്നിവിടെ ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ പോയി റെഡി ആവട്ടെ. യെസ്. അല്ല, ജ്യൂസ് കുടിക്കുന്നില്ലേ? കുടിക്ക്. നക്ഷത്രയെ വിളിച്ചു വരുത്തിയിട്ട് നീ എവിടെയായിരുന്നു അഖിൽ? നിങ്ങൾ തമ്മിൽ കൂടുതൽ പരിചയപ്പെടാൻ വേണ്ടിയാ ഇങ്ങനൊരു ചടങ്ങ്. അത് മറക്കണ്ട. മോളെ, മമ്മി എന്തായി? സക്സസ്. അവളിപ്പത് കുടിച്ചു കാണും. എങ്കിൽ അധികം താമസിയാതെ നക്ഷത്രയുടെ പരാക്രമം ഇവിടെ കാണാം. എല്ലാത്തിന്റെയും വീഡിയോ എടുത്തോണം. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് രസിക്കാമല്ലോ. അതൊക്കെ അപ്പൊ നമ്മുടെ പ്രോഗ്രാം നടത്തണ്ടേ? നമുക്കെല്ലാം തയ്യാറായി നിക്കാം. നക്ഷത്ര സമനില തെറ്റി അഴിഞ്ഞാടാൻ തുടങ്ങിയ പിന്നെ പ്രോഗ്രാം നടത്തേണ്ടി വരില്ല. ആ നേരത്ത് ശ്യാമയോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഞാൻ തന്ന മൊബൈൽ അവളെ ഏൽപ്പിച്ചില്ലേ? അതവളുടെ കയ്യിലുണ്ട്. ഹലോ മാം. ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധ നക്ഷത്രയിലാ. നീ വേഗം ഇറങ്ങിക്കൂ. എന്നിട്ട് ടെറസിലേക്ക് കയറുന്ന ഭാഗത്ത് നിന്നാ മതി. എപ്പോഴാ അകത്തേക്ക് വരേണ്ടതെന്ന് ഞാൻ പറയാം. ശരി മാം. വേഷം മാറി ഉടനെ ഇറങ്ങിക്കോ. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കോ. അഖിയെ മനഃപൂർവ്വം മാനം കെടുത്താൻ വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വന്നേ? അഖില് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചാ ഇങ്ങനൊരു പ്രകടനം. നക്ഷത്രയെ പോലൊരു പെൺകുട്ടിക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അമ്മേ, അഖിലിന് എന്താ പറ്റിയെന്ന് നോക്കാം. എന്നിട്ട് മതി ഈ കുട്ടിയെ വിചാരണ ചെയ്യൽ. നാണം കെട്ട ഇവളോടൊക്കെ ഇനി എന്ത് സംസാരിക്കാനാ? അഖിൽ സാറ് സമനില തെറ്റിയതുപോലെ അവിടുന്ന് താഴോട്ട് വീഴാൻ തുടങ്ങിയപ്പോ ഞാൻ പിടിച്ചതാ. നീ മിണ്ടരുത്. നിന്റെ ഒരു അഖിൽ സാറ് ഈ ചടങ്ങ് നശിപ്പിച്ച് അഖിയുടെ വിവാഹം മുടക്കം വന്നവളല്ലേ നീ? വസുന്ധരെ, ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ അഖിലിന്റെ കാര്യം നോക്ക്. അരുന്ധതി, ഇവൾ ഇനി നിങ്ങളെ കൂടെ കാണരുത്. കണ്ട അതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. വാ മക്കളെ. എന്തായാലും ഇന്നത്തെ പരിപാടി പൊളിഞ്ഞു. നിന്നെ ഇനി ഇവിടെ ആരും കാണരുത്. റൂമിൽ പോയി ഡ്രസ് മാറി വേഗം സ്ഥലം വിട്. വാസുദേവൻ, സ്വന്തം പെൺമക്കൾ വഴിപിഴിച്ചു പോകുന്നത്
വളർത്തുദോഷം കൊണ്ട് തന്നെയാ. നിങ്ങളുടെ മോൾക്ക് വലിയ വീട്ടിൽ ആണുങ്ങളെ കാണുമ്പോ ഇരിക്കപ്പുറതിയില്ല. അരുതാത്തൊന്നും എന്റെ മോളെ കുറിച്ച് പറയല്ലേ. ഞാൻ പറയും. എന്റെ സൽപ്പേര് കൂടി കളയുന്ന പ്രവൃത്തിയാ നിങ്ങളുടെ മോള് കാണിച്ചത്. നിങ്ങളെ നിർബന്ധിച്ചതുകൊണ്ടല്ലേ അവള് നിങ്ങളുടെ കൂടെ വന്നത്. എന്നിട്ടിപ്പോ ഞങ്ങളുടെ കുഞ്ഞിന് പഴിയായോ? ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നത് പാടാനാ, അല്ലാതെ ആനന്ദവർമ്മയുടെ മകനെ കെട്ടിപ്പിടിച്ച് മടിയിൽ കിടത്താനല്ല. നിങ്ങൾ വേറെന്ത് വേണമെങ്കിലും പറഞ്ഞു, ശ്യാമ ഒരിക്കലും ഈ പറഞ്ഞതുപോലൊന്നും പെരുമാറില്ല. ഞാനിവിടെ ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുക. തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നടന്നത് എന്താണെന്ന് അവള് പറയും. ഇനിയെങ്കിലും മകളെ മര്യാദയ്ക്ക് വളർത്ത്. പൊളിങ്കൊമ്പിൽ കയറി പിടിക്കാൻ ശ്രമിച്ചാലേ വിവരം അറിയും. ബാക്കിയൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. മോനെ, ഞാനിപ്പോ എവിടെയാ? മോൻ കുറച്ചു നേരം കൂടി കിടന്നു. എനിക്കെന്തെങ്കിലും പറ്റുമോ അമ്മേ? കുഴപ്പമൊന്നുമില്ലടാ, കിടന്നു. ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്തു. 1-2 മണിക്കൂർ കഴിയുമ്പം ക്ഷീണം മാറുന്നു പറഞ്ഞു. ഞാൻ ആദ്യമായി വീട്ടിലെത്തിയ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ആ പെണ്ണ് കയറി വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളല്ല, അവള് കാരണം ഇന്നത്തെ ചടങ്ങുകളെല്ലാം മുടങ്ങി. അഖിലിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. ഞാൻ തിരിച്ചു പോവുക. അഖിൽ എണീക്കുമ്പോ ഞാൻ പോയിന്ന് പറഞ്ഞേക്കാം. മോളെ, ഇവിടെ നടന്നൊന്നും കാര്യമായിട്ടെടുക്കരുത്. യാതൊരു ദുസ്വഭാവമില്ലാത്ത ഒരു പാവം എന്റെ മോൻ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. അരുന്ധതി മേഡാണല്ലോ. ഹലോ, എന്താ മേഡം? ജയന്തി, ശ്യാമയെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണത്തിന് സമ്മതം അറിയിച്ചു പോയ ആ ചെറുക്കനില്ലേ? ആ, വിഷ്ണു. അയാൾക്ക് എന്ത് പറ്റി മേഡം? അയാൾക്കൊന്നും പറ്റിയില്ല. എനിക്ക് അയാളുടെ ഫോൺ നമ്പർ കിട്ടാൻ എന്താ മാർഗം? അത് വിഷ്ണുവിനോട് ചോദിച്ചാ പോരെ? അതിനാണെങ്കിൽ നിന്നോട് ചോദിക്കൂ. എനിക്ക് ആ പയ്യന്റെ നമ്പർ വേണം. എനിക്കറിയില്ല മേഡം. അവരുമായിട്ടുള്ള കോണ്ടാക്ട് എല്ലാം ജഗന്നാഥൻ സാറാ. ജയന്തിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കാന്ന് പറ, അവന് സംഘടിപ്പിച്ചു തരും. ഹലോ മേഡം, നീ ആ പയ്യന്റെ നമ്പർ ഒന്ന് സംഘടിപ്പിച്ചതാ. വെറുതെ വേണ്ട, നീ ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം ഞാൻ തരും. എന്ത് സമ്മാനം? 2 ദിവസത്തിനകം നീ എനിക്ക് ആ നമ്പർ തന്നാൽ എന്റെ കയ്യിൽ നിന്ന് നല്ലൊരു സ്വർണവള ഞാൻ ഇട്ടുതരും നിനക്ക്. സ്വർണവളയോ? സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ മേല. അതെ, സ്വർണവളയെന്ന് തന്നെയല്ലേ പറഞ്ഞേ? ഉറപ്പാണല്ലോ. തരാന്ന് പറഞ്ഞാ തരും. സ്വർണ്ണമെന്ന് പറഞ്ഞാലേ താനേ സ്വർണ്ണം ആയിരിക്കണം. അല്ലാത്തതേ ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം സാധിച്ചു തന്നാൽ നിന്റെ ആഗ്രഹം ഞാനും സാധിച്ചു തരും. അതിന് 2 ദിവസമൊന്നും വേണ്ട മേഡം. ഞാൻ ഇന്ന് തന്നെ ആ നമ്പർ സംഘടിപ്പിച്ചു തരാം. സ്വർണ്ണ അതെ, അവിടെ നിന്നാ മതി. ഞാൻ ശ്യാമയൊന്ന് കാണാൻ വന്നതാ. ശ്യാമയെ കാണാനോ? അതിനിപ്പോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പ്ലീസ് ഒരു 2 മിനിറ്റ്. ശ്യാമയോട് ഒരു സോറി പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം. പറഞ്ഞത് മനസ്സിലായില്ലേ? അവൾ ഇവിടെ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവത്തില് ശ്യാമയ്ക്കുണ്ടായ ബുദ്ധിമുട്ടിന് മാപ്പ് പറയണം. നിങ്ങളുടെ ഒരു മാപ്പും ഇവിടെ വേണ്ട. ഞാൻ പറയുന്നൊന്ന് സമാധാനമായിട്ട് കേട്ടൂടെ? ഞങ്ങളുടെ സമാധാനം കളയാതെ ഒന്ന് പോയി തരാവോ? ഇനി ഈ കാര്യവും പറഞ്ഞ് ഇവിടെ വന്നു പോവരുത്. ആളെ കൂട്ടി ഞങ്ങൾ അങ്ങ് ഓടിക്കും.
കാശുള്ള വീട്ടിലെ ആണുങ്ങൾക്ക് കയറി ഇറങ്ങാനുള്ള വീടല്ലിത്. എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കെ. ഒരു മാപ്പ് പറയാൻ വന്നിരിക്കുന്നു. നീ എന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എത്ര നേരം ഞാൻ വിളിക്കുന്നു. അപ്പൊ ഞാൻ അമ്മയുടെ കോൾ എടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവുമല്ലേ? പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരു പെണ്ണിനെ അപമാനിക്കുന്നതിൽ ഒരു മടിയില്ലല്ലോ. നീ എന്താടാ ഈ പറയുന്നേ? ഇന്നത്തെ ചടങ്ങ് ഒരു പെണ്ണ് കാരണം മുടങ്ങിയ സങ്കടത്തില ഞാൻ. ആ പെണ്ണിന്റെ കാര്യം തന്നെ ഞാൻ പറയുന്നത്. നീ ആരുടെ കാര്യം പറയുന്നേ? എന്നെ ബോധപൂർവ്വം മയക്കെടുക്കാൻ വന്നവളെന്ന് ആക്ഷേപിച്ച് ഇറക്കി വിട്ടില്ലേ ഒരു പാവം പെണ്ണിനെ, ശ്യാമ. ഞാൻ അവളെ കാണാനാ പോയത്. അമ്മ ഞെട്ടണ്ട, ഞാൻ അവളെ പോയി കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ക്ഷമയും ചോദിച്ചിട്ടാ വരുന്നത്. നീ അവളെ കണ്ട് ക്ഷമ പറഞ്ഞു? എന്ത് ചേ? അമ്മ ശ്യാമയോട് പറഞ്ഞതും പ്രവർത്തിച്ചതും വെച്ച് നോക്കുമ്പോ ഒരു തെറ്റും ചെയ്യാത്ത അവളുടെ കാല് പിടിച്ചാ മാപ്പ് പറയേണ്ടത്. എന്ത് കണ്ടിട്ടാ നിങ്ങൾ അവളെ വൃത്തികെട്ടവളായി ചിത്രീകരിച്ചത്? എന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചാണോ കുറ്റം? കാണിച്ചതൊട്ടും ശരിയായില്ലമ്മേ. അമ്മ അതിനൊന്നും കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ഒരു പെണ്ണിന്റെ വിശുദ്ധിയെ നിങ്ങൾ എല്ലാരും ചേർന്ന് ആക്ഷേപിച്ചു വിട്ടത്. അതിൽ അമ്മയാ ഒന്നാമത്തെ തെറ്റുകാരി. ഇനി അവളെ കുറിച്ചൊരു വാക്ക് പോലും മോശമായിട്ട് സംസാരിക്കരുത്. കാണിച്ചതൊട്ടും ശരിയായില്ലമ്മേ. അമ്മ അതിനൊന്നും കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. അതിൽ അമ്മയാ ഒന്നാമത്തെ തെറ്റുകാരി. ഇനി അവളെ കുറിച്ചൊരു വാക്ക് പോലും മോശമായിട്ട് സംസാരിക്കരുത്. അമ്മേ, അഖിൽ അവളെ കാണാൻ പോയെങ്കിൽ സൂക്ഷിക്കണം. അവനിപ്പോ അമ്മയ്ക്ക് നേരെ കൈ ചൂണ്ടി സംസാരിച്ചെങ്കിൽ അതിനർത്ഥം ആ ശ്യാമ അഖിയെ മയക്കിയെടുത്തു. നിർത്ത. എന്റെ അടുത്തുനിന്ന് പോവാൻ എടുക്ക്. ചിലപ്പോ നമുക്ക് പ്രയോജനമുള്ള ആരെങ്കിലും ആണെങ്കിലോ. ഹലോ, ജഗന്നാഥൻ സാറാണോ? അതെ, നിങ്ങളാരാ? ഞാനേ അരവിന്ദന്റെ വൈഫാ, ജയന്തി. ആ ഇടയ്ക്ക് വിദ്വാൻ വാസുദേവന്റെ. ഓ, മനസ്സിലായി. എന്താ ജയന്തി? അച്ഛന്റെ ഡയറിന്നാ ഞാൻ സാറിന്റെ നമ്പർ തപ്പി വിളിച്ചത്. പക്ഷേ വേറെ ആരും അറിയാതെ ഞാൻ വിളിക്കുന്നേ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ശ്യാമയെ കാണാൻ വന്ന ആ വിഷ്ണുവിന്റെ നമ്പർ ഒന്ന് തരണം. എന്തിനാ വിഷ്ണുവിന്റെ നമ്പർ? ജയന്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. അയ്യോ, എനിക്കല്ല. വിഷ്ണുവിനോട് സംസാരിക്കണമെന്നേ ശ്യാമയ്ക്ക് ഒരു ആഗ്രഹം. ഈ റൊമാൻസേ ശ്യാമയ്ക്ക് നേരിട്ട് ചോദിക്കാൻ മടിയായതുകൊണ്ടാ. ഇനിയുള്ള റൊമാൻസ് ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ ഞാൻ വിഷ്ണുവിന്റെ നമ്പർ വാസുവേട്ടന്റെ കയ്യിൽ കൊടുക്കാം. വീട്ടുകാരറിഞ്ഞ് അവര് വിളിച്ചോട്ടെ. അയ്യോ, അച്ഛന്റെ കയ്യിൽ കൊടുക്കണ്ട, അത് കുഴപ്പവും. ഒരു കുഴപ്പവും വരില്ല. എന്തും വീട്ടുകാര് പരസ്പരം അറിഞ്ഞ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ കൊടുത്തോളാം. അയ്യോ, കൊടുക്കല്ലേ. നമ്പർ വേണ്ട. ഞാൻ വിളിച്ച കാര്യം പോലും പറയല്ലേ. സാറിന് സുഖമല്ലേ? വെച്ചേക്കട്ടെ. ഹലോ ഹലോ. രക്ഷപ്പെട്ടു. വാസുവേട്ടന്റെ മരുമകൾക്ക് എന്തിനാ വിഷ്ണുവിന്റെ നമ്പര്? അവളെ കല്യാണം മുടക്കാനുള്ള പദ്ധതിയാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കാണും. ഓക്കെ, ഇത്
ഞാൻ വാസുവേട്ടനെ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്തോളാം. സാധാരണ അമ്മമാര് മക്കളെ വളർത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നത് 5-ാം വയസ്സ് വരെയാണ്. പക്ഷേ ഇപ്പോഴും നിന്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റിലും എന്റെ മകൻ ഒന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നോളാ നിന്റെ അമ്മ. മകൻ തന്നെ വളർത്തിയാൽ താനെന്ന് വിളിക്കാം അച്ഛന്, പിന്നെ അവൻ അച്ഛന്റെ കൂട്ടുകാരനാണ്. പക്ഷേ അമ്മ അങ്ങനെയല്ലല്ലോടാ. അവൾക്ക് നീ എപ്പോഴും മകനാ. മകൻ കടുപ്പിച്ചൊരു വാക്ക് പറഞ്ഞാൽ അമ്മയുടെ ഹൃദയം നോവും. അമ്മയോട് എന്തു പറയുമ്പോഴും അത് ഓർക്കണം. അമ്മയുടെ കണ്ണു നിറയാതെ നോക്കണം. അതാ മകന്റെ എന്തിനാ ചേട്ടത്തിയോട് ദേഷ്യപ്പെടുന്നത്? സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ മോളെ. വീട്ടിനുള്ളിൽ തന്നെ കല്യാണം മുടക്കലുണ്ടായ എന്ത് ചെയ്യാൻ പറ്റും? അമ്മേ മാറി നിൽക്കണം. എന്റെ വസുന്ധര അമ്മ ഒന്ന് ക്ഷമിക്കേ. നീ പോയടാ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ എന്തോ പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിൽക്കാതെ. അതേടാ, ഞാൻ വെട്ടുപോത്താ. നിങ്ങളോടൊക്കെ ഞാൻ ആ രീതിയിൽ പെരുമാറണമായിരുന്നു. എങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ സങ്കടം ഉണ്ടാവില്ലായിരുന്നു. സ്നേഹിക്കാനും വഴക്ക് കൂടാനും എനിക്ക് എന്റെ അമ്മയല്ലേ ഉള്ളൂ. ഓട്ടെ വസുന്ധര അമ്മേ, ഞാൻ പറഞ്ഞു നിങ്ങൾ ക്ഷമിച്ചോളാം. ഇനിയിപ്പോ ദേഷ്യപ്പെട്ട നീ കാല് പിടിച്ച് ക്ഷമ പറയണോ? അതിനും റെഡിയാ. ശ്യാമയുടെ സാന്നിധ്യത്തിലാ ഈ ശബ്ദം ഞാൻ കേട്ടത്. എനിക്ക് അപകടം സംഭവിച്ചപ്പോഴൊക്കെ എന്നെ രക്ഷിച്ചതും ഏതോ ഒരു പെൺകുട്ടിയാ. അപ്പോഴൊക്കെ കേട്ടത് ഈ ശബ്ദമായിരുന്നു. അതൊരു പക്ഷേ ശ്യാമയായിരിക്കോ കണ്ണ? ആ സാഹചര്യങ്ങളിലൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ശ്യാമയാണെങ്കിൽ ഇതും അവളുടേതാ. ആ പാദസരത്തിൽ നിന്നും അഴിഞ്ഞുപോയ മണികൾ. ഇത് ശ്യാമയുടെ പാദസരത്തിലേതാണോന്ന് നാളെ തന്നെ ഉറപ്പാക്കണം. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ചടങ്ങുകൾ നടന്ന ദിവസത്തിലുണ്ടായ തീപിടുത്തത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതും ശ്യാമയല്ലേ? അത് ഞാനല്ല. അല്ലേ? അല്ല. ഇത് ശ്യാമയുടേതല്ലേ? ഇത് ശ്യാമയുടെ കുരിശിൽ നിന്ന് നഷ്ടപ്പെട്ടതാ. കിട്ടിയത് എന്റെ റൂമിൽ നിന്നും. സത്യം ഈ കണ്ണുകൾ പറയുന്നുണ്ട്. ഈ ശബ്ദത്തിന്റെ ഉടമയാ ഞാൻ ഇത്രയും ദിവസം മനസ്സുകൊണ്ട് തിരഞ്ഞത്. ഞാൻ നുണ പറഞ്ഞതിന് ക്ഷമിക്കണം. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി.
അതിന്റെയൊക്കെ പിന്നില് മറ്റൊരു ഉദ്ദേശവും ഇല്ല. ആര് പറഞ്ഞു ഉദ്ദേശമുണ്ടെന്ന്? അഖിൽ സാറ് തെറ്റിദ്ധരിച്ചാലെന്ന് കരുതിയാ ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്തിന്? മറ്റുള്ളവർ കരുതുന്ന പോലെ എന്തെങ്കിലും ഒരു ബന്ധം നമ്മുടെ ചിന്തയിൽ പോലുമല്ല. എന്താ തനിക്കുണ്ടോ? ആ പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്ന? അറിഞ്ഞോ അറിയാതെയോ താൻ എന്നെ രക്ഷിച്ചു, സഹായിച്ചു. അപ്പോ ശ്യാം എനിക്കാരാ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്താ നമുക്ക് നല്ല കൂട്ടുകാരായിക്കൂടെ? ഇനിയെങ്കിലും ഈ ടെൻഷൻ മാറ്റി ഒന്ന് ചിരിക്കടോ. തന്റെ വിസ്മയുടെ പാട്ടിനേക്കാളും മനോഹര തന്റെ ഈ പുഞ്ചിരി. കഴിഞ്ഞതെല്ലാം നമുക്ക് മാച്ചുകളയാം. ഇന്ന് മുതല് നമ്മൾ ഫ്രണ്ട്സാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ട് ശ്യാമ കൂടെ ഉണ്ടാവണം.